വളരെ പെട്ടെന്നെടുക്കുന്ന തീരുമാനത്താൽ വളരെ മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റുമെന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ എൻ്റെ ഈ യാത്ര. കോട്ടയം പോകുന്ന വഴി കണ്ടതാണ് വളരെ മനോഹരമായ ഒരു തൂക്കുപാലം. ഏറെ വർഷക്കാലം പഴക്കമുള്ളതുപോലെയാണ് ഇവിടുത്തെ രീതികളെല്ലാം. കൈവരികളും പ്ലാറ്റ്ഫോമുകളെല്ലാം ഇരുമ്പ് തുരുമ്പാൽ നിറഞ്ഞിരിക്കുന്നു. പാലത്തിന്റെ നെടുന്തൂണുകളിൽ പോസ്റ്ററോ മറ്റോ ഒട്ടിച്ചിരിക്കുന്നു. വലുപ്പത്തിലും വണ്ണത്തിലുമുള്ള വടങ്ങളാൽ തൂക്കുപാലത്തെ താങ്ങി നിർത്തിയിരിക്കുന്നു. മീനച്ചിലാറിന്റെ കുറുകളിൽ ഈ പാലം അകലെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. തൂക്കുപാലത്തിനടിയിലും പാലത്തിന്റെ ഇരുവശങ്ങളിലുമായി നാട്ടിലെ ചെറുപ്പക്കാരിരുന്ന് ചൂണ്ടയിടുന്നത് കാണാം. നടപ്പാതയാണോ ഇപ്പോഴും നടക്കുന്നുണ്ടോയെന്നൊന്നും അറിയില്ല. ഞങ്ങൾ ഏകദേശം 5-6 പേരുണ്ട് പാലത്തിൽ കയറി നിൽക്കുന്നത്. ഇരുമ്പുവടങ്ങളാൽ നിർമ്മിച്ചിരിക്കുന്ന തൂക്കുപാലം നല്ല രീതിയിൽ കുലുങ്ങുന്നുണ്ടായിരുന്നു. കാർമേഘങ്ങളെല്ലാം വളരെ വേഗം ഇരുണ്ട് തുടങ്ങിയിരുന്നു. മഴ പെയ്യാനുള്ള സാധ്യതയാണെന്ന് തോന്നുന്നു. ജലനിരപ്പിൽ നിന്നും തൂക്കുപാലത്തിന് നല്ല ഹൈറ്റ് ഉണ്ട്. തൂക്കുപാലത്തിന്റെ നടുവിലെ വശത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കുലുങ്ങുന്നത് കാണാം. പാലത്തിന്റെ തൂണുകളിൽ നിറയെ പോസ്റ്റർ ഒട്ടിച്ചത് കാണാം. CCTV ക്യാമറകളും കാണാം. ഇന്നാട്ടിലുള്ളവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത് പാലത്തിന്റെ അടിവശത്ത് ചൂണ്ടയിട്ടും പാലത്തിന്റെ ഇരുവശങ്ങളിൽ ഇരുന്ന് വർത്താനം പറഞ്ഞുമാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ മുന്നിലേക്ക് നടന്നു കഴിഞ്ഞപ്പോൾ അപകട സാധ്യതയെക്കുറിച്ച് ചെറിയൊരു കുറിപ്പ് കണ്ടു. അടിയൊഴുക്കും ആഴവും അധികമായതിനാൽ അപരിചിതരാരും വന്ന് പുഴയിൽ ഇറങ്ങരുതെന്നാണ്. എന്തായാലും 4 മണിക്കാറ്റ് എത്തണമെന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ട് വീണ്ടും മുന്നിലേക്ക് നടന്നപ്പോഴാണ് മറ്റൊരു കാഴ്ച കണ്ടത്. പാലത്തിന്റെ ഇരുവശങ്ങളെല്ലാം തുരുമ്പ് പിടിച്ചിരിക്കുന്നു. അതുവരെ ഇല്ലാത്ത പേടി പെട്ടെന്ന് മനസ്സിലേക്ക് വന്നപ്പോൾ വേഗം ഇറങ്ങാമെന്നായി. താഴെ ഇറങ്ങി ചെന്നപ്പോൾ അവിടെ ഒരു ചേട്ടൻ ചൂണ്ടയിടുന്നു. ചൂണ്ടയുടെ കാര്യങ്ങളും മീനിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഞാൻ വീണ്ടും തിരികെ മടങ്ങി. നമ്മളങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ സാധിച്ചിരുന്നില്ല. 4 മണിക്കാറ്റിന്റെ മനോഹാരിത ഈ ഒരു കാഴ്ചയാണ്. കോട്ടയംകാരുടെ വൈകുന്നേരങ്ങളിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് 4 മണിക്കാറ്റ്. പ്രകൃതിയോട് ഇണങ്ങിയുള്ള റോഡും സ്ഥലവും, കുട്ടികൾക്ക് കളിക്കാനായുള്ള പാർക്ക്, കൊച്ചു കൊച്ചു സംരംഭങ്ങൾ തുടങ്ങുന്ന ആൾക്കാർ, വീട്ടിൽ നിന്നും കോളേജിൽ നിന്നും ജോലി സ്ഥലത്തു നിന്നൊക്കെ വിശ്രമിക്കാനായി വന്നിരിക്കുന്ന നിരവധി ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പലതവണ 4 മണിക്കാറ്റ് വന്നിട്ടുണ്ടെങ്കിലും വ്ളോഗ് എടുക്കാനോ വീഡിയോ എടുക്കാനോ സാധിച്ചിട്ടില്ല. വീണ്ടും ഞാൻ മുന്നിലേക്ക് നടന്നു കഴിഞ്ഞപ്പോഴാണ് മനോഹരമായ മറ്റൊരു പാടം കണ്ടത്. പാലക്കാടിനോട് സമാനമായ വൈകുന്നേരങ്ങളിലെ ഈ കൃഷിപ്പാടം കാണാൻ തന്നെ വളരെ നല്ല ഭംഗിയാണ്. ഇതുപോലൊരു എറണാകുളം യാത്ര നടത്തിയപ്പോഴാണ് വാളയവാടത്തെ മനോഹരമായ ഒരു കണ്ടത്തിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്രതീക്ഷിതമായ നിരവധി വീഡിയോകൾ ഇനിയും നമ്മുടെ ചാനലിൽ വരാനിരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും അടിച്ചു കയറിവാ.